ഈശ്വര, ഈ നായ്ക്കളെന്ന് മുതലാ മനുഷ്യരെ പോലെ നിലവിളിക്കാൻ തുടങ്ങിയത്. അയ്യോ, ആഹാ, നിലവിളിച്ചത് ഇയാളായിരുന്നോ? താനെന്തിനാ പട്ടിയിട്ട് ഓടിക്കുന്നേ? ഞാൻ ഓടിച്ചതല്ല, എന്നെ കണ്ട് പേടിച്ചോടിയതാണ്. അതിന് താനെന്തിനാ ഓടുന്നത്? അച്യുതൻകുട്ടി മതവഴി പറഞ്ഞ കളറിക്കൽ അച്യുതൻകുട്ടി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ചെണ്ടക്കാരെ. അയ്യോ, ഇത് കഴിക്കാനുള്ള സമയം കിട്ടോ? രക്ഷിക്കണം ഉമ്മാ. ഇതെന്താണ് പോസ്റ്റ്മാൻ വേലായുധം പന്തം കണ്ട പെരിച്ചാന്റെ ചേൽക്ക് അന്തം വിട്ട് പായണത്? ദേവരണ തെയ്യക്കാര് ഇതെന്താ ഓട്ട മത്സരാണോ? എന്താണ്, എന്താ പ്രശ്നോ? ഏതോ ആന മതകളായിരുന്നുണ്ട്. ചോദിക്കാം. ഇങ്ങോട്ട് കയറല്ലേ? ഈ ഓല കണ്ട പനയോലാന്ന് വിചാരിച്ച ആന ചിലപ്പോ നമ്മളെ കടയിലോട്ട് കയറും. എവിടെ ആന? പഠിച്ചോന്ന് വേലായുധന്റെ സൈക്കിള് പൊക്കിയിട്ടാണല്ലോ ആന വരുന്നത്. ഇതാന തന്നെ, കളരിക്കൽ തറവാട്ടിലെ ഒറ്റക്കൊമ്പൻ അച്യുതൻകുട്ടി. എന്താണാവോ പ്രശ്നം? എന്തായാലും വേലാതിന് തൂത്തുവാരിയിട്ട് അച്യുതൻകുട്ടി ഇന്ന് അടങ്ങും. വാ നമുക്കൊന്ന് പോയി നോക്കാം. പണ്ടാരതിന് എപ്പോഴഴിക്കാം? നിന്നിട്ട് വേണം സൈക്കിളിന്റെ കാറ്റ് കുത്തിയ പോലെ എന്റെ കാറ്റ് കുത്തിക്കളയാൻ. നിൽക്കൂല, നിൽക്കിടാനല്ല, നിൽക്കൂല. രക്ഷപ്പെട്ടു. എന്റെ ഓങ്ങല്ലൂർ ഗണപതി, ഈ ഒറ്റ കൊമ്പനി നിന്നെ രക്ഷപ്പെടുത്തി ഒരു കിലോ പഴം തന്നേക്കാവേ. അയ്യോ, ഞാനിതാ വന്നേ. എന്റെ പൊന്ന് അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ടാ പ്രശ്നം? പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി, അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാല് കുത്തിയാ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്. ഇനി കത്ത് കൊടുക്കാൻ പോലെ ആ മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം. കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാല് കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ, അവനോട് പോയി ചോദിക്കേ. ആരോട്? വേണ്ട വേല, ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ. നിന്നെ പറഞ്ഞു വിട്ടത് അവനല്ലടാ, നജീബ്. ഈശ്വര, അവനോട് പോയി പറഞ്ഞേക്ക്, അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടാന്ന്. ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണിവെല്ലാം നോക്കാൻ പറ. അതിനല്ല ന്യൂ ഫ്രണ്ട്സ് മാനേജ്മെന്റിന്റെ ആഫീസ് തുറന്നേക്കണത്. കൊറേ ഒലത്ത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ, എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ. അന്ന് കളരിക്കൽ അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് അടച്ചു പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന് അവൻ പറയുന്നതനുസരിക്കും. ഞാൻ വെല്ലുവിളിച്ചിരിക്കുക, ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ചന്ദമനോട് പറഞ്ഞേക്കടാ. എന്റെ ഗണപതി ഭഗവാനെ, വഴിപാട് നേർന്ന ഒരു കൊല പഴയെത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നേക്കണേ. തനിക്കിത് വേണം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നാട്ടിൽ പിറന്നിറങ്ങിയിരിക്കുന്ന പെമ്പിള്ളേരെ ഫോട്ടോയും കൊണ്ട് അച്ചുവേട്ടന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന്. ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്ത് കച്ചമുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവേട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രമുണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലട ചെകുത്താനെ, ഭീഷ്മര്. ഞാൻ ഇത്തിരി റെസ്പെക്ടോടുകൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവേട്ടൻ തോട്ടിൽ ചാടാൻ ഞാൻ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? അല്ലെങ്കിൽ തന്റെ ശവദാകവും അടിയന്തരവും ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ PM പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? തന്റെ മക്കൾക്ക് അതൊന്നും കാണാനുള്ള യോഗ ഇല്ലാതായി പോയി. എടാ മഹാഭാവി, നാടായ നാട് മുഴുവനും കല്യാണം കടത്തുറപ്പും ഒരാഘോഷാക്കി നടത്തി കൊടുക്കണ ബിസിനസ് നടത്തുന്ന ആളല്ലേ അച്യുതൻകുട്ടി? അതിനാണ് പാർട്ടി ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചീപുരം പട്ട് മുതൽ കപ്പലണ്ടി മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുഴുവൻ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. ഇച്ചിരി കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് നടത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവേട്ടന് പറഞ്ഞു വെച്ച കല്യാണക്കാർ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തോട്ടി ചാടേണ്ടി വന്നതും. ഞാനെന്ത് പഠിച്ച് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്നു. ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തി എഴുതിക്കാന്ന്. കേട്ടില്ല. എന്നിട്ട് എന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. മടുത്തപ്പോ
നക്ഷത്രവും ജാതകവും വിശ്വാസയിലെത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കി ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്ന ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കരുത്തിൽ താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്നാ അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവം തള്ളയുടെ ഒരു തലവിധിയെ ബാക്കിയുള്ളവന് ഒരു കൊല പഴത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക്. ഇന്നാർക്ക് ഇന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻ കുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമാണ് പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻകുട്ടി അനുസരിക്കണമെങ്കിലേ പട്ടരി മഠത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ഒരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്ചുവെട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട. നടക്കൂലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്ചുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കണം. എന്താ പറ്റോ? പറ്റോന്ന്? മതി, ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കടന്നിരുന്നോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആദരേത് ഞാനാ CM. എന്താ CMA? എവിടുന്നാ? അങ്കത്തട്ടിന്നാ. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം. ഫോൺ നജീബിനൊന്ന് കൊടുത്തേ. ശരി. നജീക്ക, CM വിളിക്കുന്നു. കാവിലേക്കുള്ള പിരിവൊക്കെ കൊടുത്തതാ. പിരിവിനല്ല, സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികള്? അതൊക്കെ പ്രേമചന്ദ്രൻ മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബേ. ഈ CM പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റേതാ. ആ കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കിയേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ച് കൂയിക്കരുത്. അച്യുതൻ കുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്കാ? പിന്നല്ലാതെ, താനല്ലേ പ്രധാന സാക്ഷി. എന്റെ അമ്മ ഞാനില്ല. അകത്ത് കാലുകുത്തി കാല് വിട്ടു എന്നാ പറഞ്ഞേക്കണത്. അകത്ത് കാലുകുത്തിലെ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വര, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചെന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടെന്നത് ഞാനാടാ. ഓഹോ, നീ അതേടാ. ഇവൻ മാനേജർ പ്രേമേന്ദ്രൻ അല്ല. എനിക്കിട്ട് പാരപടിയാൻ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി. ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻ കുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായ. പക്ഷെ ഈ CM പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാർ അറിയും. നീ CM ആണെങ്കിൽ ഞാൻ PM ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ PM പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ. കടിച്ചു മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. എന്താ എന്താ ഇവിടെ? ഇവനോട് ചോദിക്ക്. എന്താടാ പ്രേമ? അംഗം കുറിക്കാൻ വന്നതാണ് മാതാ. അംഗം കുറിക്കാൻ നീ ആരടാ? ആരമായി ചന്തുവോ അല്ല തച്ചോളി തങ്കപ്പന? പേരും അഡ്രസ്സും ഒക്കെ തെറ്റിച്ച് പാടാ. എടോ, അഡ്രസ് ശരിയാക്കിട്ട് താനെന്താ അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാ എന്റെ പ്രേമേന്ദ്ര. അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തി. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ ഉറക്കെ വിളിക്കൂ. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ ഇങ്ങനെ പേടിച്ചാലാ? എന്താ ഇതൊക്കെ? എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മുകളിൽ അച്ഛനും കുട്ടിയുണ്ട്. ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അമ്മയ്ക്കൊന്നും തോന്നരുത്. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ നാട്ടുകാരെ മുമ്പ് വെച്ച് വെല്ലുവിളിച്ച വായി പഴവും തിരികെ മിണ്ടായിരിക്കാൻ ഞാൻ വെറും കൊച്ച. ഈ നജീബ് വെറും PM പ്രേമേന്ദ്രനല്ല. PM-നെ തൊട്ട് കളിക്കണ്ട. നിന്നോടല്ല, സാക്ഷാൽ അച്യുതൻ കുട്ടിയോട് അംഗം കുറിക്കാനാണ് ഞങ്ങൾ വന്നത്. പോത്തെ പാവം. ഒച്ചയും ബഹളവും കേട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചോണ്ട് പോവാൻ അജീബേ. ഇല്ലമ്മേ, ബിസിനസ്സിൽ അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവുന്ന അവൻ വെല്ലുവിളിച്ചിരിക്കുക. അതേടാ, വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാ. അതിന് നാട്ടുകാരെയും കൂട്ടി തറവാട്ട് മുറ്റത്ത് വന്ന് കൂലിക്ക് ജയ് വിളിപ്പിച്ചത് കൊണ്ടായില്ല. എന്റെ ഒരു സഹായവും ഇല്ലാതെ അന്തസ്സായിട്ട് ഒരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കാൻ തന്നെയാ പോണത്. കാലണ്ടറിൽ കുറിച്ചിട്ടോ 24 മണിക്കൂർ. 24 മണിക്കൂർ എങ്ങനെ കലണ്ടറിൽ കുറിക്കുന്നത്? വാച്ചിൽ കുറിച്ചിട്ടാ. എങ്കിൽ കേട്ടോ, നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും അടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട്
ചാന്ത് പട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എന്നാലേ ഞങ്ങൾ തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച അമിതാവേശം വേണ്ട. വേണ്ടല്ലേ? എന്നാൽ കുറിച്ചിട്ടോ, ഇന്നു മുതൽ 12 ദിവസത്തിനകം കളരിക്കൽ അച്യുതൻകുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ മൂക്കിന് താഴെ നാട് കിടുങ്ങുമാർ ഒരു സൂപ്പർ ഇവന്റ് പട്ടണമടത്തിൽ നജീബ് നടത്തി കാണിച്ചു തരും. സെയിം ടു യു. സാറിന് എന്താ വേണ്ടത്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ PM ആണ്. ആ, പുന്നകൈ മന്നൻ പ്രേമചന്ദ്രൻ. നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ്? അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി സാർ, എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ സർ, വാട്ട് ഈസ് ദ പ്രോബ്ലം? മനസ്സിലായില്ല. ഞാന് ഇവിടുത്തെ പുതിയ മാനേജറാ, കോശി. ഐ സി അല്ല, കോശി, ജേക്കബ് കോശി. താങ്കൾ? ഞാൻ അച്ചുവേട്ടന്റെ അല്ല, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ MD അച്യുതൻകുട്ടിയുടെ മാനേജറാ. അച്ചുവേട്ടൻ സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, വരൂ. വരൂ. കാഞ്ചീപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. കുര്യച്ച മുതലാളി ഗൾഫിൽ പോയോ? ഇനിയെപ്പോ വരും? ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഈവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു CM പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞുപോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പാ. CM എന്ന് പറഞ്ഞാൽ തന്നെ ചീറ്റിംഗ് മാസ്റ്റർ എന്നാണ്. എന്തായാലും MD ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഈവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ട. ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്. ഫുൾ ലേഡീസാ? എന്തായാലും MDക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ലേഡീസ് അല്ലേ കൊട്ടുന്നത്. ഓക്കെ. വെല്ലുവിളിച്ച് 10 നാൾ തികഞ്ഞില്ല. അതിനു മുമ്പ് അച്യുതൻകുട്ടിയെ കൊമ്പ് കുത്തിച്ചു. മതി, കലാപരിപാടികളൊക്കെ നിർത്തിക്കേ. ഓർഡർ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, ഇവന്റ് നടത്തി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തോന്ന് കാണിക്കാൻ? ആതിരെ നോക്കിക്കോ. അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടി താക്കോല് നജീബിന്റെ കാൽക്കൽ കൊണ്ടുവച്ച് ഇങ്ങനെ നമസ്കരിക്കും. അങ്ങനെ അങ്ങ് ആകാശക്കോട്ട കെട്ടാൻ വരട്ടെ. ആ PM-ന്റെ പേരില് ഫൗള് കാണിച്ചിട്ട് ഈ ഓർഡർ തട്ടിയെടുത്തെന്നങ്ങനെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, കൊമ്പം കുലുക്കി ചിഹ്നവും വിളിച്ചോണ്ടെങ്കിൽ വരും. അവൻ വരട്ടടി. ഒന്നാടാ ഇവനെ വിട്ടൊരു താലിമാല വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ കെട്ടിക്കും. അതിന് അച്യുതൻകുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നുമില്ല. നീ പറഞ്ഞ ഏത് പെണ്ണിന്റെയും കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ റെഡിയാ. നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തെ, അവനെ. അത് ശരി. അപ്പൊ അച്യുതൻകുട്ടിയെ പെണ്ണ് കെട്ടിക്കാനാണ് നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വെല്ലുവിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ? പിന്നല്ലാതെ. ഇതെന്താ നീ നേരത്തെ പറഞ്ഞത്? എടാ, ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നതെന്നാണല്ലോ പറച്ചില്. ആ പറച്ചില് മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം. ഇതിലും ഭേദം അയാളെ കൊണ്ട് എന്നെ ചവിട്ടി കീറിക്കായിരുന്നു. നീ സമാധാനിക്ക്, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും. എന്ത്? ഈ ചവിട്ടിക്കീറല്ലേ? നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചത്. എടാ മഹാഭാവി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ. പിന്നെ ആ നന്ദി വേണോടാ, നന്ദി വേണം. ഇതെവിടത്തെ ന്യായം? നന്ദി എന്തിന്? എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് PM പ്രേമേന്ദ്രൻ എന്ന അലവലാതിയെ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. Ma'am? Yes? Only sarees, no jackets. No jackets? Call the bloody manager. Hi everybody. ഞാൻ CM പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. Manager? Yes sir. Where are the jackets? Where are the jackets for the sarees? ഞാൻ മറന്നുപോയി. What? മറ കവർ നു കവർ നു മറന്നു പോയി, അത്രേ ഉള്ളൂ. Get out. Fool. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. നജീബേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാമ്പ്. അതെന്ത് വേണം ആയിക്കോട്ടെ. ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ പോടെ എന്നൊന്നും വിളിച്ചേക്കരുത്. കുറച്ചില്ല. എനിക്ക് എന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക്. അത്ര ഉള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ MDയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് MD മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ MD, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസം. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാലും അന്ന് നീ MD ആവും. I am new friends group MD Najib. Hello there. Are you okay? Yeah, okay sir. But one problem. What problem? Tell me. We didn't get the jackets yet, sir. We had sent the measurement of our girls. I told that to your manager, but he did not respond yet. See, madam, actually,
ഒക്കെ സിയം ഏറ്റതല്ലേ? സിയ ഒന്നും പറയാതെ മുങ്ങിയത്രേ. ഇവരുടെ ആ മുടിഞ്ഞ ഇംഗ്ലീഷ് കേട്ട് മുങ്ങിയതായിരിക്കും അവൻ. ഇനി തയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല. നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് അയ്യോ, ചെയ്ത്. ബ്ലൗസ് അല്ലാതെയോ? സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താൽ മതി. നീ അതൊന്നും ചെയ്താൽ ശരിയാവും, പറ്റില്ല. ശരിയാവും. ഞാനില്ലേ പറഞ്ഞത് ശരിയാവും. ഓരോരോ പുലിവാലി. നജീബ് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാരി അവതരിപ്പിക്കേണ്ട സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ബ്ലൗസ് ഇടാതെ സാരി വെച്ച് ഏത്? അത് കൊള്ളാം, വെരി നൈസ്. അതെ, സാറെന്താ ഇവിടെ? അല്ല, ഞാൻ ഈ മോഡൽസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. അവരെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. ആയിക്കോട്ടെ, റിഹേഴ്സൽ കാണാമല്ലോ. അതൊന്നും കാണാൻ അവർ അനുവദിക്കില്ല. അയ്യോ, അല്ല, ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ മോശമല്ലേ? നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ചെയ്യാം. പക്ഷെ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവരൊന്ന് അണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാർ എന്നാ ഓഡിറ്റോറിയത്തിലോട്ടിരുന്നേ. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. ഞാൻ പരിചയപ്പെടുത്തരാം. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ. അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും, സാറ് നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ആയി. ഷാർപ്പ് 7 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യം 7 മണിക്ക് മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോറി മിസ്റ്റർ സിഎം, താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രൻ എന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ. അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാനോ? 1 സെക്കൻഡ്. ഓ, എന്താടേ? എന്റെ റബ്ബേ. എന്താ നജീബ്, എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടല്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി. പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? എവിടെ? ഓ, ചെവിതല കേക്കാൻ വയ്യ. ഇതെന്ത് പൂരം വച്ചു? അയ്യോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടര് മഠത്തിൽ നജീബ്. അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ? ദേ അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്താൻ കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ, നിർത്താനും ഞാൻ പറയും. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരാട്ടം നടത്തി തട്ടിക്കൊണ്ടുവന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവേട്ടൻ 2 കുട്ടികളുടെ ചങ്ങാത്തം. ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര് മംഗലശ്ശേരി നീലകണ്ഠന? അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോരി വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം. അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെയും അടിയറവ് കുറയിക്കാമെന്ന് കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും. അത് പതിവാ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്താണ് അച്ചുവേട്ടന്റെ ഒരു സ്റ്റൈല്. നിന്റെ മുള്ളിക്കറി ഞാൻ അവസാനിപ്പിച്ചുതരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി. എന്നാ മേളം തുടങ്ങാൻ പറയട്ടെ? വേണ്ട, അവരെ വിട്ടുകൊടുത്തേക്ക്. വിട്ടുകൊടുക്കാനോ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പളക്കിക്കൊണ്ടുവരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കോളം ഇവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ. എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി.